എൻ്റെ പ്രണയം എന്ന് പറയുന്നത് ഏറ്റവും ആത്മാർത്ഥമായ പ്രണയം ഉണ്ടായിട്ട് പോലും ഒരിക്കലും ദുരുപയോഗം ചെയ്യാത്തൊരു പ്രണയമുണ്ട്. ഞാൻ കേട്ടോ സാറ് മൂകാംബികയിൽ പോയി പ്രാർത്ഥിക്കാൻ പോയി കഥ കേട്ടു. അതെ അതെ, സത്യമാണ്. അങ്ങനെ അന്നാണ് എനിക്ക് ഏറ്റവും, അതാണ് പറയാതെ അറിയാതെ നീ പോയതെന്ന് അല്ലേ, അവിടെ നിന്നാണ് ഞാൻ പോകുന്നത്. ഞാൻ നേരെ പോകുന്നത് ആരുമില്ലാതെ, എനിക്ക് ആരോടും പറയാനില്ലാതെ. അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയ്ക്കൊന്നും പറഞ്ഞാലും മനസ്സിലാവില്ല. അമ്മ നാമം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അച്ഛൻ മരിച്ചുപോയി, അനിയന്മാരാണ് ബാക്കിയെല്ലാവരും. ഞാൻ ആരും ഇല്ലാതെ, എന്തോ 13 രൂപ ഉണ്ടായിട്ടില്ല എൻ്റെ. ഞാൻ മൂകാംബിക്ക് പോകുമ്പോൾ ഒന്നുമില്ലാതെ, ഒന്നും കിട്ടാതെ, എഴുത്തുകാരനായിട്ടില്ല, പാട്ടുകാരനായിട്ടില്ല, എല്ലാവരും ശ്രമിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒരു അഡ്രസ്സും ഇല്ലാത്ത കാലത്ത് ഈ പരാജയങ്ങളുടെ നടുവിൽ ഞാൻ ഇറങ്ങി പോയത് അമ്മയുടെ അടുത്തേക്ക്. അവിടെ നിന്നാണ് എനിക്ക് ആദ്യത്തെ അക്ഷരം തരുന്നത് അമ്മ. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഏതോ ഒരു പ്രദർശന സമയത്ത് എനിക്ക് തന്ന അക്ഷരമാണ് എൻ്റെ കവിത. പിന്നെ എന്നിട്ട് നടയിലെത്തിയപ്പോൾ എന്നോട് അമ്മ പറഞ്ഞു പോയിക്കോളാൻ പറഞ്ഞു. പിന്നെ ഞാൻ പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. തിരിച്ചെത്തിയിട്ട് ആണ് ഞാൻ എഴുതുന്നത്. ഒരു അനുഷ്ഠുപ്പ് വൃത്തത്തിൽ ഞാൻ എഴുതുന്നത് അതിന് ശേഷമാണ്. ഓക്കെ.